6 രാജ്യങ്ങളെ 72 മണിക്കൂർ കൊണ്ട് ആക്രമിച്ച ഒരു രാജ്യമായി ഇസ്രയേൽ മാറി. ഈ റിപ്പോർട്ട് ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ടതാണ്. നേരത്തെ തന്നെ പ്രേക്ഷകരോട് ഇത് പറഞ്ഞിരുന്നതാണ്. ആ രാജ്യങ്ങൾ യമനുണ്ട്, ടുണീഷ്യയുണ്ട്, ലബനോനുണ്ട്, ഫലസ്തീനുണ്ട്, അങ്ങനെ പല പല രാജ്യങ്ങൾ ഇതിൽ പെടുന്നുണ്ട്, ഖത്തറുണ്ട്. അങ്ങനെ ഈ 6 രാജ്യങ്ങളെ 72 മണിക്കൂറിനുള്ളിൽ വിറപ്പിച്ച ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴിതാ 7ാമതൊരു മുസ്ലിം രാജ്യത്തിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് മറ്റൊരു രാജ്യവുമല്ല, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ, അല്ലെങ്കിൽ പാകിസ്ഥാനോളം തന്നെ ഇന്ത്യയെ വെറുക്കുന്ന ഒരു രാജ്യമാണ് തുർക്കിയാണ്. ആ രാജ്യം, അതായത് തുർക്കിയെ ആക്രമിക്കാനാണ് ഇനി ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എർദോഗൻ ഭയന്നു പറച്ചിപ്പോൾ GCC യോഗത്തിലേക്ക് ഓടിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഖത്തറിനെ ആക്രമിച്ച ശേഷം എന്തിനാണ് തുർക്കിയെ ആക്രമിക്കാനായി ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം തുർക്കി ഹമാസ് നേതാക്കൾക്ക് അഭയം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹമാസ് നേതാക്കൾക്ക് ആഡംബര വീടുകൾ കൊടുക്കുന്നു, ഹമാസ് നേതാക്കൾക്ക് ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തുർക്കിയെ ആക്രമിക്കാൻ ഇപ്പോൾ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ഘടകമെന്ന് പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച തീവ്രവാദികൾ എവിടെ പോയി ഒളിച്ചാലും അവരെ പിന്തുടർന്ന് അവരെ വധിക്കുമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു നയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശബ്ദമെന്ന് പറയുന്നത്. തുർക്കിയിൽ ഹമാസ് നേതാക്കൾ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ തുർക്കിയെ ആക്രമിക്കാൻ ഇസ്രായേൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ GCC രാജ്യങ്ങളെല്ലാം ചേർന്ന്, അതായത് 50 GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വലിയൊരു യോഗം വിളിച്ചിട്ടുണ്ട്, ഒരു സർവകക്ഷി യോഗം. ഈ യോഗത്തിൽ ഇസ്രായേലിനെ എങ്ങനെ തളയ്ക്കാമെന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെതിരെ വലിയൊരു പടയൊരുക്കം തന്നെ ഇവർ നടത്തുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പടയൊരുക്കമല്ല, ആയുധങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതിനുള്ള ധൈര്യം GCC രാജ്യങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇസ്രായേലിൻ്റെ പിറകിൽ ശക്തമായ അമേരിക്ക നിൽപ്പുണ്ട്. ഇപ്പോഴുള്ള വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നാറ്റോ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഘടന, വലിയൊരു ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലിനെതിരെ വരുമോ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും തുർക്കി നാറ്റോ അംഗമാണ്. നാറ്റോയുടെ ഭരണഘടന അനുസരിച്ച് തുർക്കിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ചേർന്ന രാജ്യത്തെ സംരക്ഷിക്കണമെന്നുള്ളതാണ് അവരുടെ ഭരണഘടനയുടെ നിയമം, അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത്. ഇപ്പോഴിത് GCC രാജ്യങ്ങളെല്ലാം ചേർന്ന് സംഘടിപ്പിച്ച ഈ ഒരു വലിയ യോഗത്തിൽ 50 മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കളെല്ലാം തന്നെ തുർക്കിയോട് ഭയപ്പെടാതെ ഇരിക്കുമെന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ ഗാസയ്ക്ക് പുറത്തുള്ള മറ്റ് 2 രാജ്യങ്ങൾ, ഖത്തറിലും തുർക്കിയിലും അഭയം നേടുന്നുണ്ടെന്നും അതിനാൽ ഞങ്ങൾ അവരെ അവിടെ ലക്ഷ്യം വയ്ക്കുമെന്നും ഇസ്രായേൽ ആർമി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഇയാൽ സമീർ പറഞ്ഞിരുന്നു. ഇസ്രായേലി ആക്രമണത്തിൽ തുർക്കി ആശങ്കാകുലരാണെന്ന് വിദഗ്ധർ പറയുന്നു. ഈ പ്രസ്താവനയ്ക്കും ദോഹയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിനും ശേഷം ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ തുർക്കിയിൽ അഭയം തേടുന്നതിനാൽ തുർക്കിയുടെ ആശങ്കകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവയുൾപ്പെടെ 50 രാജ്യങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിനാൽ ലോകം മുഴുവൻ ഈ യോഗത്തെ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ യമൻ, ലബനൻ, ഇറാൻ, സിറിയ, ഫലസ്തീൻ, ഖത്തർ എന്നീ രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു. അങ്ങനെ ഇസ്രായേൽ ഇതുവരെ ആകെ 6 രാജ്യങ്ങളെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇതിലൊരു 7ാമത്തെ രാജ്യമായി തുർക്കി മാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.